ആ QR കോഡാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. പത്രത്തിലൊക്കെ പരസ്യം കൊടുത്ത് പൈസ പിരിക്കാൻ മാത്രം ഈ അമ്പലത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് എനിക്കൊരു കൗതുകമായിട്ട് തോന്നിയത്. സോമനാഥിന്റെ 1000 വർഷത്തെ മഹത്തായ പൈതൃകത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നതിനായി സംഭാവന ചെയ്യുക എന്നും പറഞ്ഞൊരു QR കോഡ്. സ്വാഭാവികമായിട്ടും ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി എന്താണ് സോമനാഥ ക്ഷേത്രം. ഗുജറാത്തിന്റെ ഒരു കൊച്ചു കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ക്ഷേത്രം എന്നതിനപ്പുറം ഇതിനെന്താണ് പ്രത്യേകത എന്നിങ്ങനെ നോക്കിയപ്പോഴാണ് 75 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേൽ, മഹാത്മാഗാന്ധി, KM മുൻഷി, ജവഹർലാൽ നെഹ്റു ഇവരെല്ലാം കൂടി നേതൃത്വം കൊടുത്ത് ജനങ്ങളിൽ നിന്നും പൈസ പിരിച്ചെടുത്ത് പുനരുദ്ധാരണം നടത്തിയ ഒരു ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അന്ന് സർക്കാർ ഫണ്ട് ഉപയോഗിക്കാതെ പൂർണ്ണമായും ജനങ്ങളുടെ പണം പിരിച്ചെടുത്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തിയെടുത്തത്. ഇന്ന് 75 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യൻ ഗവൺമെന്റ് അതൊരു ചരിത്രപരമായ ടൂറിസ്റ്റ് സ്പോട്ടായി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന്റെ 75ാം വാർഷികത്തിനോടനുബന്ധിച്ച് ഇന്ന് അവിടെ എന്തൊക്കെയോ ചടങ്ങുകളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫ്രണ്ട് പേജിൽ ഇത്രയും വലിയ പരസ്യം. തുർക്കി രാജാവായ മഹ്മൂദിന് അവിടെ ജനങ്ങൾക്കിടയിൽ ഒരു ഹീറോ പര്യവേഷം വരെ നേടിക്കൊടുത്ത യുദ്ധ കഥകൾ സോമനാഥ് ക്ഷേത്രത്തിന് പറയുവാനുണ്ട്. എന്നാ പിന്നെ ഓക്കെ.